ശ്രീ കെ എം ആന്റണി, ഇപ്പോൾ നടക്കുന്ന റെയ്ഡ് പരിശോധനകൾ അത് ഫലവത്താകുന്നുണ്ട്. പക്ഷേ അത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും ഇതേ രൂപത്തിൽ? സ്മൃതി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ പരിശോധനകൾ, ശക്തമായ പരിശോധനകൾ വളരെ ആശ്വാസകരമായിട്ടുള്ളതാണ്. പോലീസ് അതിൻ്റേതായ ശരിയായ ദിശയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ 3 ദിവസമായി ഈ കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ട് ആദ്യ ദിവസങ്ങളിൽ 3 ആളുകളെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞുള്ള ദിവസം 2 ആളിനെ അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോൾ അനുരാജ് എന്ന് പറഞ്ഞ കൊല്ലം സ്വദേശിയായിട്ടുള്ള അവിടെ 3rd ഇയറിന് പഠിക്കുന്ന ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അയാളാണ് ഈ മുൻകൂറായി പണം കളക്ട് ചെയ്തിട്ടുള്ളയാൾ. ഓഫർ സെയിലിൽ കഞ്ചാവ് വിൽക്കാം എന്നുള്ള ആ പുതിയ നൂതനമായ കാര്യം കണ്ടുപിടിച്ച ആളാണ്. നമ്മൾ സാധാരണ ഓഫർ സെയിലിലൊക്കെ വിൽക്കുന്നത് മറ്റ് ഗൃഹോപകരണങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെയാണ്. പക്ഷേ കഞ്ചാവിൻ്റെ വിൽപ്പനയിൽ പോലും ഈ നൂതനമായിട്ടുള്ള ഒരു രീതി അവലംബിച്ച് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൻ്റെ മെൻസ് ഹോസ്റ്റലിൽ ആ വ്യാപകമായ തോതിൽ അത്രമാത്രം വ്യാപകമായിട്ടും വെല്ലുവിളിച്ചുകൊണ്ടും കഞ്ചാവിൻ്റെ ശേഖരവും അതുപോലെ തന്നെ കഞ്ചാവിൻ്റെ ചില്ലറ വിൽപ്പനയും നടത്തുന്നതായിട്ട് കണ്ടു. അത് പോലീസ് പ്രിൻസിപ്പൽ കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പോലീസിന് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് പോലീസ് അത് വളരെ ആസൂത്രിതമായിട്ട് ചെന്ന് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. പോലീസിൻ്റെ പേരിൽ മറ്റൊരാരോപണം അതിനകത്തൊന്നും ആർക്കും പറയുവാനില്ല. പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ തമ്മിലുള്ള അവർ തമ്മിലുള്ള ആരോപണങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസിന് അതൊരു കാര്യമുള്ള കാര്യവുമല്ല. കാരണം ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കൂട്ടം വിദ്യാർത്ഥികൾക്കും ബന്ധമുള്ളത് കഞ്ചാവിനോട് തന്നെയാണ്, അല്ലെങ്കിൽ അതിൽ 2 കൂട്ടരും അതിൽ പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് അർത്ഥമാക്കേണ്ടതില്ല. പക്ഷെ മറ്റൊരു കാര്യം പറയട്ടെ, ഇവിടെ ഇപ്പോൾ ഇന്നിപ്പം ഗവൺമെൻറ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നിപ്പം 24-ാം തീയതിയിലേക്ക് ഒരു ഉന്നതതല യോഗം ചേരുന്നതിനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. കേരളത്തിലെ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തലവന്മാരോട് ഇതുവരെ നടന്ന റെയ്ഡുകളെ പറ്റിയുള്ള വിവരങ്ങളും ഇനി നടത്താൻ പോകുന്നതും ഇതിൻ്റെ സോഴ്സുകൾ എങ്ങനെ കണ്ടെത്തണം, അതിനുള്ള മാർഗങ്ങൾ എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ യോഗം കൂടാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനർത്ഥം ഈ വിഷയത്തെ ഇവിടുത്തെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങളും ഇവിടെയുള്ള പോലീസും എക്സൈസും അതിലപ്പുറമായിട്ട് പൊതുജനങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്നിപ്പം നമ്മുടെ തിരുവനന്തപുരം ഭീമാപ്പള്ളിയിലെ മഹല് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് മയക്കുമരുന്ന് കേസിൽ FIR ഇട്ടിട്ടുള്ള FIR-ൽ പേര് വന്നിട്ടുള്ള ഓരോ ആളിനെയും പുറത്താക്കുമെന്ന്, മഹലിൽ നിന്ന് പുറത്താക്കുമെന്നുള്ള രീതിയിൽ ഉള്ള ഒരു തീരുമാനം. അതൊരു സാമുദായിക അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള ഒരു മഹലിൻ്റെ തീരുമാനമാണ്. അതിനെ എത്രമാത്രം ആണ് നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇവിടെ ഓരോ തലത്തിലും ഇപ്പം ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞ ഒരു കൊട്ടക്കലുള്ള ഒരു ഗ്രാമം, അതെനിക്കറിയാവുന്ന ഗ്രാമമാണ്, ഞാനവിടെ മുമ്പ് ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ മയക്കുമരുന്നിൻ്റെ കച്ചവടം അക്കാലങ്ങളിൽ പോലും ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവർ ലഹരി വിമുക്തമാക്കുക എന്നുള്ള രീതിയിലേക്ക് ആ നാട്ടുകാരും അവിടുത്തെ പഞ്ചായത്തിൻ്റെ ആളുകളും തീരുമാനമെടുത്ത് വന്നിരിക്കുന്നു എന്നുള്ളത്. കേരളത്തിലുടനീളം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ഇതിനായിട്ടുള്ള ഒരു ശക്തമായ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. പോലീസ് ഇതുവരെ എന്ത് ചെയ്യായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം 2024-ൽ മാത്രം പോലീസ് 24,017 കേസുകളാണ് ഈ NDPS ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഇതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ ഈ 2 കൊലപാതക കേസുകളോടനുബന്ധിച്ചാണ് അത് നമ്മൾ വെഞ്ഞാറമൂട് കേസും അതുപോലെ തന്നെ താമരശ്ശേരിയിലുണ്ടായ കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്ര ശക്തമായ രീതിയിൽ പോലീസിൻ്റെ പരിശോധനകൾ നടത്തുവാൻ നിർദ്ദേശം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായിട്ട് ഊണുമുറക്കവും എല്ലാം ഉപേക്ഷിച്ച് പോലീസും എക്സൈസും ഇതിനായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഓരോ ദിവസവും 100 കണക്കിന് കേസുകൾ പിടിക്കുന്നതും അതുപോലെ തന്നെ 100 കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇന്ന് തന്നെ നമുക്കറിയാം കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറ്റിൽ 15 വയസ്സുള്ള 10ാം ക്ലാസ് കുട്ടിയുടെ കയ്യിൽ നിന്നാണ് കഞ്ചാവുമായിട്ട് പിടികൂടിയിരിക്കുന്നത്. പിന്നെ ഇന്ന് തന്നെ നമുക്കറിയാം ഇന്ന് മംഗലാപുരം എയർപോർട്ടിൽ 2 ആഫ്രിക്കൻ വംശജ വിദേശ ആൾക്കാരുടെ പക്കൽ നിന്ന് 75 കോടി രൂപയുടെ MDMA ആണ് പിടികൂടിയിരിക്കുന്നത്. അവരെ ഇവിടെ ടൂറിസ്റ്റ് വിസയിലല്ല, മറ്റേ ബിസിനസ് വിസയിലും അതുപോലെ തന്നെ മെഡിക്കൽ വിസയിലും വന്ന് ആ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ട് ഇവിടെ താമസിച്ചു വരുന്ന ആൾക്കാരാണ്. അപ്പം അവരെ ഇക്കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 59 പ്രാവശ്യം ഡൽഹി ടു ബാംഗ്ലൂർ യാത്ര ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റിൽ.
അപ്പം ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിതിനെ നിസ്സാരമായിട്ട് കാണുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ ബന്ധപ്പെട്ടിട്ടല്ല ഇതിനെ കാണണ്ടേ. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഇത് പോലീസിന് കൃത്യമായിട്ട് ഇതിനെ അടിച്ചമർത്താൻ സാധിക്കും. പോലീസിന് ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന യോഗവും കഴിഞ്ഞുള്ള കാര്യത്തിൽ തീരുമാനം വ്യക്തമായിട്ട് വരും. ഇതിൻ്റെ മൊത്തം ചുമതല ശ്രീ മനോജ് എബ്രഹാം അദ്ദേഹത്തിനാണ് കൊടുത്തിരിക്കുന്നത്. ശക്തമായ നടപടികൾ ഇതിലുണ്ടാവും, ഇതിൽ കൃത്യമായിട്ടുള്ള ഫലവും ഉണ്ടാവും തീർച്ചയായിട്ടും. അത് നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ ഒരു പക്ഷേ ശ്രീ കെ എം ആന്റണി, ഇപ്പോൾ എക്സൈസ് വകുപ്പായാലും പലയിടത്തും റെയ്ഡ് നടത്തുമ്പോൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഇവർ എക്യുപ്ഡ് ആണ് എന്നൊരു വിഷയം കൂടി ഉണ്ടല്ലോ. കാരണം പലപ്പോഴും ഈ ലഹരി വിൽപ്പനക്കാർ ആയുധങ്ങളുമായിട്ടൊക്കെയാണ് നിൽക്കുക. ഏത് രൂപത്തിലാണ് അവർ ആക്രമിക്കാൻ, ഈ ലഹരി ഉപയോഗിച്ച ഘട്ടത്തിലാണെങ്കിൽ അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ ബോധമില്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ആക്രമണത്തിലേക്കും കടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള പരിശോധനകളിലേക്കാണോ ഇനിയിപ്പോൾ ഈ അന്വേഷണ സംഘം പോകേണ്ടി വരിക എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഈ പരിശോധനയിൽ മാത്രമല്ല, ഇന്നിപ്പോൾ എക്സൈസോ പോലീസോ ജീവൻ പണയപ്പെടുത്തിയിട്ടുള്ള ഒരു പൊതു ഇടങ്ങളിലെ പ്രവർത്തനം മുഴുവൻ അങ്ങനെയാണ്. കാരണം നല്ലൊരു ശതമാനം ആളുകൾ ഈ മയക്കുമരുന്നിന് അടിമയായി, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ എന്താണ് അവർ ചെയ്യുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കൃത്യങ്ങളുടെ ഗൗരവം അറിയാതെ പെരുമാറുന്ന ആളുകൾ ഒരുപാടുണ്ട്. എല്ലാ ദിവസവും നമ്മളിത് ടി വിയിൽ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ എക്സൈസിന് ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് പോലീസ്, ആംഡ് പോലീസുമായിട്ടാണ് ഇതിൻ്റെ റെയ്ഡുകളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. പോലീസിന് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ പേരിലേക്ക് ആരോപണങ്ങൾ വന്ന് പോലീസിനെ നിർവീര്യമാക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാതിരുന്നു കഴിഞ്ഞാൽ പോലീസിന് ശക്തമായ രീതിയിൽ അടിച്ചമർത്താനും പറ്റും. ആരെയും ഏത് മയക്കുമരുന്ന് ലഹരിയിൽ ഇരിക്കുന്ന ആളിനെയും പിടികൂടാനും സാധിക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.